ജീവിതത്തിൽ രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന് വൈ എന്ന ചോദ്യം, എന്തിനാണ് എന്ന ചോദ്യം. രണ്ട് ഹൗ എന്ന ചോദ്യം. പൊതുവെ ആളുകൾ അന്വേഷിക്കുന്നത് ഹൗ എന്ന ചോദ്യമാണ്. എങ്ങനെയാണ് വിജയിക്കേണ്ടത്, എങ്ങനെയാണ് സാമ്പത്തികമുണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് നന്നായി പഠിക്കേണ്ടത്, എങ്ങനെയാണ് നല്ല ജോലിയിൽ കയറേണ്ടത്. ഈ ബഹുഭൂരിപക്ഷം ആളുകളും അന്വേഷിക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് എന്ന ചോദ്യമല്ല പ്രൈമറി ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം അതല്ല. വൈ എന്ന ചോദ്യമാണ് ഏറ്റവും ജീവിതത്തിൽ പ്രധാനപ്പെട്ടത്. എന്തിനാണ് ഞാൻ വിജയിക്കേണ്ടത്, എന്തിനാണ് ഞാൻ ട്രെയിനർ ആവേണ്ടത്, എന്തിനാണ് ഞാൻ ഈ ജോലിക്ക് കയറേണ്ടത് എന്നതിന് ഉത്തരം അറിയാമെങ്കിൽ, വൈൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ഹൗ എന്നത് വളരെ എളുപ്പമാണ്. വൈ നന്നായി അറിയാവുന്നവർ ഹൗ നന്നായി നേടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. വൈ എന്ന് പറയുന്നത് ഫിലോസഫിയാണ്. എനിക്ക് എൻ്റെ വൈ അറിയാമെങ്കിൽ എൻ്റെ പേഴ്സണൽ ഫിലോസഫി എനിക്കറിയാം എന്നർത്ഥം. മധു എന്തിനാണ് ട്രെയിനർ ആവണത് എന്ന് മധുവിന് അറിയാമെങ്കിൽ മധു എങ്ങനെ ട്രെയിനർ ആവണം എന്നത് മധുവിനെ അപേക്ഷിച്ച് പ്രശ്നമേ അല്ല. കാരണം ഹൗ എന്നത് ടെക്നിക്കലാണ്. ടെക്നിക്കലായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വൈ ഫിലോസഫിക്കലാണ്, കോൺസെപ്ച്വലാണ്. ഏതൊരു ടെക്നിക്കലായ കാര്യങ്ങൾക്കും ശക്തി തരുന്നത് അതിൻ്റെ പിന്നിൽ ഒരു ആശയം നിലനിൽക്കുമ്പോഴാണ്, അതിൻ്റെ പിന്നിൽ ഒരു ഫിലോസഫി നിലനിൽക്കുമ്പോഴാണ് എന്നതാണ് സത്യം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാൻ സ്ഥാപിക്കാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് അവിടേക്ക് പോകണം. എങ്ങനെ പോകണം എന്ന് ഒരു എക്സ്പേർട്ടായ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ നേരെ നടന്നു പോകണം. പോകുന്ന വഴിക്ക് ഒരു ചെറിയ കസേര ഇരിപ്പുണ്ട്. ആ കസേര വരുന്ന സമയത്ത് നിങ്ങൾ ഇടത്തോട്ട് മാറി, ഒരു 2 മീറ്റർ ഇടത്തോട്ട് മാറി കുറച്ച് മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് മാറി നേരെ പോയാൽ നിങ്ങളുടെ സ്ഥലത്ത് എത്താം എന്ന് ഞാൻ പഠിപ്പിച്ചു. എങ്ങനെ അവിടെ എത്തിച്ചേരണം എന്ന് ഞാൻ പഠിപ്പിച്ചു. ഇങ്ങനെ പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ നടന്നു പോവുകയാണെന്ന് കരുതുക. നിങ്ങളങ്ങനെ നടന്നു പോകുമ്പോൾ നിങ്ങൾ ആദ്യമായി നടക്കുകയാണ്. ഫ്യൂച്ചർ അൺസേർട്ടൻ ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി ഞാൻ പറഞ്ഞ കസേരയല്ലാത്ത വേറൊരു തടസ്സം നിങ്ങൾ നേരിട്ടു എന്ന് കരുതുക. സ്വാഭാവികമായി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ തപ്പും. കാരണം അപ്രതീക്ഷിതമായി തടസ്സങ്ങൾ വരുമ്പോഴാണ് മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഹൗ അറിയാവുന്ന ഒരാളാണ് തടസ്സങ്ങളിൽ നിന്നു പോകുന്നത്. വൈ, എന്തിന് ഞാൻ അവിടെ എത്തിച്ചേരണം എന്ന് വ്യക്തമായി ധാരണയുള്ള ഒരാൾക്ക് ഏത് തടസ്സങ്ങൾ വന്നാലും അയാൾ മറികടന്ന് മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും നിങ്ങളുടെ ജീവിതയാത്രയിൽ തടസ്സങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ തപ്പിത്തടറി നിൽക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, അവിടേക്ക് പോകേണ്ടതിൻ്റെ എന്തിനാണ് ഞാൻ അവിടേക്ക് പോകേണ്ടതും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങളും തടസ്സങ്ങളും നിങ്ങളെ വേട്ടയാടുന്നത് എന്നാണ് സത്യം. അതുകൊണ്ട് ജീവിതത്തിൽ എങ്ങനെയാവണം എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തുകൊണ്ട് അത് ആവണം എന്ന ഉത്തരം കണ്ടുപിടിക്കൂ. അങ്ങനെ എന്തിന് ആകണം എന്ന ഉത്തരം അറിയാവുന്നവർക്ക് എങ്ങനെ എന്നത് വളരെ എളുപ്പത്തിൽ നടക്കും എന്നതാണ് സത്യം. അതുകൊണ്ട് മനുഷ്യൻ ആദ്യം അന്വേഷിക്കേണ്ട ചോദ്യം, ഞാൻ എന്തിനിത് ചെയ്യണം, ഞാൻ എന്തിന് അവിടെ പോകണം, ഞാൻ എന്തിന് ഈ ജോലി ചെയ്യണം, ഞാൻ എന്തിന് ബിസിനസ് ചെയ്യണം എന്ന് ഇത്തരം ചോദ്യങ്ങൾക്ക്, വൈ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അത് എങ്ങനെ നേടണമെന്നത് തന്നെ പഠിക്കും എന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വൈ കണ്ടെത്തുക. അത് നിങ്ങൾക്ക് വലിയ വെളിച്ചം തരും എന്നതാണ് സത്യം. താങ്ക് യു.